ദൈവവചന കേൾവിക്കായി കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർക്കും ലോകമെങ്ങും സൂം വഴിയായി ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ പ്രാരംഭമായി സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളും. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന എന്ന വിഷയത്തെക്കുറിച്ചുള്ള നാലാമത്തേതും ഒടുവിലത്തേതുമായ ക്ലാസ് ആണല്ലോ ഇത്. ആദ്യത്തെ ദിവസം വിശ്വാസത്തിന്റെ പരിശോധനയിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കൺഫ്യൂഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. രണ്ടാമത്തെ ദിവസം ഏറ്റവും വലിയ പരിശോധന ഉണ്ടായ ഇയ്യോബിനെ കുറിച്ച് നാം ചിന്തിച്ചു. ഇന്നലെ രാത്രി വിശ്വാസത്തിന്റെ പരിശോധനയെക്കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിൽ ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ വിശ്വാസത്തിന്റെ പരിശോധന കൊണ്ടുള്ള പ്രയോജനങ്ങൾ, നന്മകൾ, ബെനിഫിറ്റ്സ് ഓഫ് ദ ട്രയൽ ഓഫ് ഫെയ്ത്ത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കഷ്ടതകൾ, നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യേണ്ടതിനായിട്ട് ദൈവം അനുവദിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൽ ചിലത് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഓർപ്പിച്ച് നമ്മുടെ ഈ പഠനം അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയും മറ്റു സ്ഥലങ്ങളിലും ഇതിൽ പങ്കെടുക്കുന്നവർ ആത്മീയമായിട്ട് അവർക്ക് പ്രയോജനമുണ്ടാകണം, അവരുടെ ജീവിതത്തിൽ ഇത് നന്മയായി തീരണം എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഈ ക്ലാസ്സുകൾ ഇവിടെ നാം നടത്തുന്നത്. പല ജീവിതങ്ങൾക്ക് പ്രായോഗികമായി ഇത് സഹായമായി തീരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലരൊക്കെ അങ്ങനെ അറിയിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലും ഈ ദൈവ വചനം തുടർന്നും ആളുകൾ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അനേകരുടെ ജീവിതത്തിന് അത് പ്രയോജനമായി ഭവിക്കുമാറാകട്ടെ. വിശ്വാസത്തിന്റെ പരിശോധനയുടെ നന്മകൾ, അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നതിന് മുൻപ് മുഖവരിയായി മറ്റൊരു കാര്യം, അതോട് ബന്ധപ്പെട്ടൊരു കാര്യം പറയണം എന്നെനിക്കുണ്ട്. ഏത് തരത്തിലുള്ള കഷ്ടങ്ങൾ, ഏത് തരത്തിലുള്ള പരിശോധനകളാണ് നമുക്ക് നന്മയ്ക്കായി തീരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. ഈ ലോക ജീവിതത്തിൽ അനേക തരത്തിലുള്ള കഷ്ടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും. അതിൽ ചിലത് നാം തന്നെ വരുത്തി വെക്കുന്നതാണ്, ചിലത് നമ്മുടെ പ്രത്യേകിച്ച് കുറ്റം കൊണ്ടല്ല, ദൈവം നമ്മുടെ നന്മയ്ക്കായി അനുവദിക്കുന്നതാണ്. ഇതിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് നന്മയും അനുഗ്രഹവും ഉണ്ടാകുന്നത്. ഇത് ഒന്ന് വകതിരിച്ച് മനസ്സിലാക്കേണ്ടത് ഒരാവശ്യമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ മധ്യത്തിലൊക്കെ വളരെ വൈഷമ്യങ്ങൾ കൂടെ കടന്നു പോകുന്ന പല ആളുകളുണ്ട്. കുടുംബജീവിതത്തിൽ വലിയ വൈഷമ്യങ്ങൾ, ആർക്കും ഒരു പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായ നിലയിലുള്ള വൈഷമ്യങ്ങൾ കൂടെ കടന്നു പോകുന്ന യുവ കുടുംബങ്ങൾ പലതുണ്ട്. എനിക്ക് നേരിട്ട് തന്നെ അറിയാം, നിങ്ങൾക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ മറ്റ് പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ കൂടെ കടന്നു പോകുന്ന അനേക വ്യക്തികളും കുടുംബങ്ങളും ഉണ്ട്. എന്നാൽ ആ കാര്യത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുമ്പോൾ ദൈവവചനത്തിലെ പ്രമാണങ്ങൾ അനുസരിക്കാതെ, ദൈവത്തിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടാതെ, സ്വന്തം വഴിയിൽ ദൈവത്തെ അവഗണിച്ച് തീരുമാനങ്ങൾ ചെയ്യുകയും ബന്ധങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ പല ദുഃഖങ്ങളും വിഷമങ്ങളും അനേകരും ഇന്ന് അനുഭവിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇന്ന് രാത്രി പ്രാരംഭമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുത്തി വെക്കരുത്. ഇന്ന് വിശ്വാസികൾ അനുഭവിക്കുന്ന പല കഷ്ടതകളും അവരായിട്ട് വരുത്തി വെച്ചിരിക്കുന്നതാണ്. ദൈവവചനത്തിലെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ സ്വന്തം വഴികളിൽ അഹങ്കാരത്തോടെ, വിനയമില്ലാതെ, കോപത്തോടെ, കയ്പോടെ പല കാര്യങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ട് അതിന്റെ തിരിച്ചടികളായി, അനന്തരഫലങ്ങളായി, അല്ലെങ്കിൽ ബാലശിക്ഷകളായി അനേക കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും വളരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നാം തന്നെ വരുത്തി വെച്ച കഷ്ടങ്ങളാണ്. ദയവ് ചെയ്ത് ആരും അങ്ങനെയുള്ള കഷ്ടം വരുത്തി വെക്കരുത്. ഇയ്യോബിനെ പോലെ, യോസേപ്പിനെ പോലെ എത്ര ഭക്തിയായി ജീവിച്ചാലും ഈ ലോക ജീവിതത്തിൽ കഷ്ടങ്ങളും ശോധനകളും അല്ലെങ്കിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മളായിട്ട്, നമ്മുടെ വകയായിട്ട് വേറെ ഉണ്ടാക്കി അതിനോടുകൂടെ ദയവായിട്ട് ആരും ചേർത്ത് കഷ്ടപ്പെടല്. ഇന്ന് അനേക വിശ്വാസികൾ അനുഭവിക്കുന്ന കഷ്ടതകൾ വിശ്വാസത്തിന്റെ പരിശോധനയല്ല, ദൈവം അവർക്ക് നന്മയ്ക്കായിട്ട് നൽകിയതല്ല, അവര് തന്നെ ദൈവവഴികൾ വിട്ടുപോയത് കൊണ്ടുണ്ടായതാ. ഞാന് ഉദാഹരണങ്ങളൊന്നും ഇപ്പൊ അതിന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ അറിയാം, അങ്ങനെയുള്ള അനേക കുടുംബങ്ങളും വ്യക്തികളും ഉണ്ട്, വളരെ വിഷമത്തിൽ കൂടെ കടന്നു പോകുന്നവര്. അതിനെക്കുറിച്ചല്ല നാം ഈ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. ദൈവം നമുക്ക് അനുവദിക്കുന്ന വിഷമങ്ങൾ, ദൈവം നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യുവാൻ നമുക്ക് അനുഭവിക്കുന്ന കഷ്ടതകൾ,
അതിൽ നിന്ന് നമുക്ക് നന്മ ഉണ്ടാകും. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് 2-3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. 1 Peter 3:17. നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നാം ചെയ്തിട്ട് കഷ്ടം വരുത്തി വെക്കണമെന്നല്ല ദൈവത്തിന്റെ ഇഷ്ടം. പിന്നെ നന്മ ചെയ്തിട്ട് നേരോടെ ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ സഹിക്കാനായിട്ട് ഇടയായി തീരണം. 4-ാം അധ്യായം 15-ാം വാക്യം കൂടെ നോക്കിക്കേ. 4:15. 4:15. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. അടുത്ത വാചകം കൂടെ. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. എങ്ങനെയാണ് നാം കഷ്ടം സഹിക്കേണ്ടത്? എങ്ങനെ കഷ്ടം സഹിക്കാൻ പാടില്ല, സഹിക്കേണ്ട ആവശ്യമില്ല? അവിടെ പറയാണ്, കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടോ കഷ്ടം സഹിക്കരുത്. നമ്മൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം, ഞങ്ങള് കൊലപാതകമോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരോ ഒന്നും ആയിട്ടൊന്നും അങ്ങനെ അതിലൊന്നും ഏർപ്പെടാറില്ലെന്ന്. പക്ഷെ ആ ഒടുവിലത്തെ ഒന്ന് നോക്കിക്കേ. പരകാര്യത്തിൽ ഇടപെടുന്നതിന് ആദ്യത്തെ 2-3 ഇനി വേണ്ടെന്ന് വെച്ചാലും ഒടുവിലത്തേനെ കുറിച്ച് എന്ത് പറയുന്നു? പരകാര്യത്തിൽ ഇടപെട്ട് കഷ്ടം സഹിക്കുന്ന അനേക ആളുകളുണ്ട്. അവർക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത കാര്യങ്ങളിൽ കേറി ഇടപെട്ട് അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികളുണ്ട്. ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ യാതൊരു തെറ്റും ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്നവരായി നാം ഇരിക്കരുത്. പിന്നെ എങ്ങനെയാ കഷ്ടം അനുഭവിക്കേണ്ടത്? ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, പരകാര്യത്തിൽ ഇടപെടുന്നവരായിട്ടോ ദുഷ്ടത ചെയ്യുന്നവരായിട്ടോ തിന്മ ചെയ്യുന്നവരായിട്ടോ നാം ഇരുന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നാം ഇടപെടുന്ന മുഖാന്തരം, ദൈവത്തിന്റെ ആലോചനകളോട് മറുതലിപ്പ് കാണിച്ച് സ്വന്തം തീരുമാനപ്രകാരം പോകുന്ന മുഖാന്തരം, ധനത്തിന്റെ പിന്നാലെ പോകുന്ന മുഖാന്തരം, സഭകളിൽ വഴക്കുണ്ടാക്കുന്ന മുഖാന്തരം, കുടുംബങ്ങളിൽ വഴക്കുണ്ടാക്കുന്ന മുഖാന്തരം, ക്ഷമിക്കാത്ത മുഖാന്തരം ഒക്കെ അനേക തരത്തിലുള്ള കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ആരും കഷ്ടം സഹിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. നാം വായിച്ചല്ലോ, ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള കഷ്ടം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയായിട്ട് അല്ലെങ്കിൽ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നതാണ്. അങ്ങനെയുള്ള കഷ്ടതയെ നമുക്ക് വരാൻ പാടുള്ളൂ. മറ്റേ കഷ്ടത ആരും വരുത്തി വെച്ച് ജീവിതത്തെ കൂടുതൽ ദുരിതപൂർണമാക്കരുത്. ഡോണ്ട് മേക്ക് യുവർ ലൈഫ് മോർ മിസറബിൾ. ഇത് നാം എല്ലാവരും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാ. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 27 മുതൽ 30 വരെ ഒന്ന് വായിക്കുക. അവിടെ നമുക്ക് സംഭവിക്കുന്ന ഒരു കഷ്ടത അല്ലെങ്കിൽ വിഷമത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 11-ന്റെ 27 മുതൽ 30 വരെ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇതു ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. പലരും ബലഹീനരും രോഗികളുമാകുന്നു. ഏത് ഹേതുവായി? അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്ന മുഖാന്തരം. പ്രിയപ്പെട്ടവരെ, ഇത് അപ്പോസ്തലിക കാലത്തെക്കുറിച്ച് ആ കാലത്തേക്ക് മാത്രം ബാധകമായ കാര്യമല്ല. എല്ലാ കാലത്തും ഇന്നും ബാധകമാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. അത് നീങ്ങിപ്പോയി അതിപ്പോൾ ഇല്ല എന്ന് വിചാരിക്കാൻ ഒരു ന്യായവുമില്ല. കർത്താവ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുകയും ആ ഓർമ്മയോടും നന്ദിയോടും കൂടെ ഞാൻ ഈ പാനപാത്രത്തിൽ നിന്നും അപ്പത്തിൽ നിന്നും പങ്കെടുക്കുകയും അതേസമയം ഏറ്റുപറയപ്പെടാത്ത പല പാപങ്ങളോടുകൂടെ ഞാൻ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ദിവസം വളരെ വേദനയോടുകൂടെ ഒരു മാതാവ് അവരുടെ മരുമകന്റെ കാര്യം എന്നോട് വിളിച്ചു പറയാനിടയായി. വളരെ മോശമായിട്ട് തന്റെ ഭാര്യയോട് ഏർപ്പെടുകയും പറയാൻ പാടില്ലാത്ത നിലയിൽ
ഏറ്റവും ഹീനമായിട്ട് ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു യുവാവാണ്. എന്നാൽ ആ അമ്മ പറയുകയാണ്, പക്ഷെ അവന് എല്ലാ ഞായറാഴ്ചയും അപ്പം മുറിക്കാൻ പോണം, അത് ഭയങ്കര നിർബന്ധമാണ്. എനിക്കത് കേട്ടപ്പോ വളരെ വിഷമം തോന്നി. ഈ വീട്ടിൽ ഈ വഴക്കെല്ലാം ഉണ്ടാക്കിയിട്ട് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുന്ന അവന് ഞായറാഴ്ച അപ്പം മുറിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമാണ്. ഇത് ഒരു വിഗ്രഹമായി നമ്മുടെ ഇടയിൽ തീർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അനേകരും തങ്ങളുടെ വഴക്കുകൾ പരിഹരിക്കുന്നില്ല, ജീവിതം ശരിയാക്കുന്നില്ല, കുടുംബജീവിതം ശരിയല്ല. പക്ഷേ ഞായറാഴ്ച അപ്പം മുറിച്ചിരിക്കണം, ഭയങ്കര നിർബന്ധമാണ്. ആ നിർബന്ധക്കാർക്കുള്ള വചനമാണിത്. എന്താ വചനം? യോഗ്യമായി ജീവിക്കാതെ കാര്യങ്ങൾ ക്രമപ്പെടുത്താതെ ചെയ്താൽ അനേകരും രോഗികളായിത്തീരും, ബലഹീനരായിത്തീരും, ചിലര് നിദ്ര കൊള്ളാൻ ഇടയാകും. അടുത്ത 2 വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 11:31, 32 കൂടെ ഒന്ന് വായിച്ചേ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. നാം സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ കർത്താവിന്റെ ബാലശിക്ഷയ്ക്ക് നാം വിധേയരായി തീരും. ആ ഭാഗം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നാം പാപത്തിൽ ഏറ്റുപറയപ്പെടാത്ത പാപങ്ങളോട് അശ്രദ്ധയായി തെറ്റായ നിലയിൽ ജീവിക്കുന്ന മുഖാന്തരം രോഗങ്ങൾ വരാം, ബലഹീനത വരാം, മരണം വരെയും വരാം, പല തരത്തിലുള്ള വൈഷമ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ കൂടെ ഒന്ന് ചേർത്ത് വായിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. വഞ്ചനപ്പെടാതിരുപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഇത് വിശ്വാസികൾക്കും ബാധകമായൊരു പ്രമാണമാണ്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവന് അതിനനുസരിച്ചുള്ള കുഴപ്പമുണ്ടാകും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ അതിനനുസരിച്ചുള്ള നന്മയുണ്ടാകും. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ തിരിച്ചടികൾ, അനന്തരഫലങ്ങൾ നേരിട്ട് കഷ്ടത്തിലായിരിക്കുന്ന അനേക വിശ്വാസികളുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. ജോബ് ചാപ്റ്റർ 4:8. ഇയ്യോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യും. വളരെ ഗൗരവമായിട്ട് ഇന്ന് രാത്രി ദൈവജനത്തെ ഞാൻ ഓർപ്പിക്കട്ടെ. വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സഭാ ജീവിതത്തിലും അരുതാത്ത കാര്യങ്ങൾ ചെയ്യുകയും വിശുദ്ധമല്ലാത്ത നിലയിൽ ജീവിക്കുകയും വഴക്കുകളും പ്രയാസങ്ങളും പരിഹരിക്കാതിരിക്കുകയും തെറ്റായ നിലയിൽ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവർക്ക് അതിൻ്റെതായ അനന്തരഫലങ്ങൾ, തിരിച്ചടികൾ ജീവിതത്തിൽ ഉണ്ടാകും. അത് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്. അങ്ങനെ അല്ല നാം ആരും കഷ്ടം സഹിക്കേണ്ടത്. ആ കഷ്ടതയല്ല വിശ്വാസത്തിന്റെ പരിശോധന. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് കഷ്ടം സഹിക്കുന്നവരും ക്രിസ്തീയ ജീവിതത്തിൽ വലിയ പോരാട്ടത്തിൽ കൂടെ കടന്നു പോകുകയാണെന്നുള്ള പോലെയാണ് ചിലപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്നപ്പോ എം.ഇ. ചെറിയാൻ സാറ് പണ്ട് പറഞ്ഞൊരു കാര്യം ഓർത്തു. നിങ്ങളും ചിലപ്പോൾ ചിലരെങ്കിലും ഇത് കേട്ട് കാണും, കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കാത്തവർക്ക് കൊണ്ട് ഞാൻ പറയാം. സാറിന്റെ വീട് കുറിയന്നൂരാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ ഒരു കള്ളൻ, തന്റെ ബാല്യകാലത്തെ കാര്യമാണ്, ഒരു കള്ളൻ അവിടെ രാത്രി തേങ്ങ ഇടാനായിട്ട് കക്കാനായിട്ട് കയറി. നാട്ടുകാർ പിടികൂടി ഈ മോഷ്ടാവിനെ. അപ്പൊ ആ കള്ളൻ ആ നാട്ടിൽ തന്നെയുള്ള, അവിടെ തന്നെയൊക്കെ ഉള്ള ഒരാളാണ്, ഇവർക്കൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാ. എന്നിട്ട് അവനെ ആ തെങ്ങയെ കെട്ടിയിട്ടിട്ട് വരുന്നവർ ഓരോ അടി അടിച്ചേച്ച് പോകും. ഇവനിങ്ങനെ തെങ്ങയെ കിടക്കുക, ക്രൂശി കിടക്കുന്ന പോലെ. വരുന്നവര് ഓരോ അടി വെച്ച് കൊടുത്തേച്ച് പോകും. അപ്പൊ അവനെ പരസ്യമായ കാഴ്ചയാക്കി അവിടെ നിർത്തിയിരിക്കുക. അപ്പൊ ചെറിയാൻ സാറ് ബാലനോ യുവാവോ ആണ് ആ സമയത്ത്. താൻ അതുവഴി വന്നപ്പോ ഈ കള്ളനെ അറിയാവുന്നതാ, സാറിന് അറിയാവുന്നതാ. അപ്പൊ തനിക്ക് വളരെ സിമ്പതി തോന്നി, വളരെ വിഷമം തോന്നി ഇവനിട്ട് ഇങ്ങനെ അടിക്കുന്ന കണ്ടപ്പോ. അപ്പൊ സാറ് വളരെ ലോല ഹൃദയനായിരുന്നു. വളരെ അനുകമ്പയോടുകൂടെ ഇവനോട് പറഞ്ഞു, ഓ എന്നാലും കഷ്ടമായി പോയല്ലോ എന്നുള്ള നിലയ്ക്ക് ഇവനോട് സഹതാപത്തോടുകൂടെ 2 വാക്ക് പറഞ്ഞു ഈ കള്ളനോട്. അപ്പൊ ഈ കള്ളൻ പറയാ, എന്റെ പൊടിയച്ച, നമ്മുടെ ഈശോ മിശിഹാ സഹിച്ചതുമായിട്ട് നോക്കുമ്പോ ഇത് വല്ലോ കഷ്ടപ്പാടാണ്. നോക്കണേ, തേങ്ങ മോഷ്ടിക്കാൻ കയറിയതിന് നാട്ടുകാർ അടിച്ച കഷ്ടപ്പാട് ആരുടെ കഷ്ടപ്പാട്? ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുമായിട്ടാണ് അവൻ താരതമ്യം ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന വിശ്വാസികളുമുണ്ട്. ശരിയല്ലാത്ത നിലയിലൊക്കെ ജീവിച്ച് അതിന്റെ തകരാറുകൾ കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും വ്യക്തി ജീവിതത്തിലൊക്കെ വരുത്തി കൂട്ടിയിട്ട് അതൊക്കെ
ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിക്കുന്ന ശോധനകളും കഷ്ടങ്ങളുമാണ് എന്നൊക്കെയുള്ള മട്ടിൽ പറയുകയും എല്ലാവരും പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ആളുകൾ. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്റെ സൗരസ്വന്മാരെ, അങ്ങനെയുള്ള കഷ്ടങ്ങൾ നമുക്ക് വിട്ടോടാം. അങ്ങനെയുള്ള കഷ്ടങ്ങൾ നാം വരുത്തി വെക്കരുത്. തിന്മ ചെയ്തിട്ടല്ല, തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു, തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് നന്നായി ജീവിക്കുമ്പോൾ, ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ ദൈവഹിതപ്രകാരം നിനക്ക് വരുന്ന കഷ്ടങ്ങൾ, അതാണ് ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടങ്ങൾ. അല്ലാതെ കുരുത്തക്കേട് കാണിച്ചതിന് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടി അല്ല വിശ്വാസ ജീവിതത്തിലെ കഷ്ടങ്ങൾ. നമുക്ക് ആർക്കും അത് വലിച്ചു കെട്ടി വെക്കാതിരിക്കാം. എന്റെ ജീവിതത്തിൽ എന്റെ കുറ്റം കൊണ്ട് യാതൊരു കഷ്ടതയും ദോഷവും ഞാൻ വരുത്തി വെക്കയില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. നേരോടെ നമുക്ക് ജീവിക്കാം. എങ്കിലും ജീവിതത്തിൽ കഷ്ടങ്ങളും വിഷമങ്ങളും ഉണ്ടാകും. അതിൽ വളരെ നന്മയുണ്ടാകും. കർത്താവ് അതിന്റെ മധ്യത്തിൽ നമ്മെ സഹായിക്കും. നാം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ 1 പത്രോസിൽ നിന്ന് കാണിക്കട്ടെ. 6 തരം കഷ്ടതകൾ വിശ്വാസികൾ സഹിക്കുന്നതിനെ കുറിച്ച്, വിശ്വാസികളുടെ 6 തരം കഷ്ടതകളെ കുറിച്ച് ഈ പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് പരാമർശിച്ചു പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം 2:19 ഒന്ന് വായിക്കുക. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദം ആകുന്നു. ശ്രദ്ധിക്കുക, ഒന്നാമത്തേത് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിക്കുക. ദൈവമക്കളുടെ കഷ്ടപ്പാട്, ശരിയായ കഷ്ടപ്പാട്. തെറ്റായ കഷ്ടപ്പാട് എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെക്കുറിച്ച് പറയണ്ട. ശരിയായ കഷ്ടപ്പാട്, നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാട്, അത് വിശ്വാസത്തിന്റെ പരിശോധനയായിട്ടും കൂടെ നമുക്ക് അത് ചേർത്ത് ചിന്തിക്കാം. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി സഹിക്കുന്ന കഷ്ടവും ദുഃഖവും, അങ്ങനെ സഹിക്കുന്ന പല ആളുകളുണ്ട്. യോസേപ്പ് പോത്തിഫറിന്റെ വീട്ടിൽ സംഭവിച്ച കാര്യത്തോട് ബന്ധത്തിൽ അനുഭവിച്ചത് ഇതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ എന്തുകൊണ്ടാ പാപം ചെയ്യാതിരുന്നത്? അവൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, അല്ലെങ്കിൽ ഭർത്താവ് അറിഞ്ഞാൽ കൊന്നുകളയും, അതുകൊണ്ട് ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞത്. ഞാൻ ഈ ദുഷ്ടകാര്യം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ ഇത് ചെയ്തുകൂടാ, ഇത് ശരിയല്ല. ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അവൻ ആ സ്റ്റാൻഡ് എടുത്തു. അതിന്റെ ഫലമായി വളരെ ചീത്തപ്പേരും കഷ്ടവും അന്യായമായി അവൻ സഹിക്കേണ്ടി വന്നു. എന്നാൽ അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അങ്ങനെ സഹിച്ചാൽ, കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് ദൈവസന്നിധിയിൽ പ്രസാദകരമാണ്. നിങ്ങളിൽ ചിലരും നമ്മിൽ ചിലരൊക്കെ ചിലപ്പോൾ അങ്ങനെ കഷ്ടം സഹിക്കേണ്ടി വരും. നമ്മുടെ ആത്മീയമായ ബോധം നിമിത്തം, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധം നിമിത്തം ചില കാര്യങ്ങൾക്ക് സഭയിൽ തന്നെയും കൂട്ടുനിൽക്കാത്ത കൊണ്ട് നമുക്കെതിരെ കഷ്ടങ്ങൾ ഉണ്ടാകും. സമൂഹത്തിൽ ചില കാര്യങ്ങൾക്ക് നാം ഒറ്റപ്പെട്ടു പോകേണ്ടി വരും. കൂട്ടുകാരുടെ മധ്യത്തിൽ ഒറ്റപ്പെട്ടു പോകേണ്ടി വരും. എന്താ? ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആരെങ്കിലും അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ ആരും നിരാശപ്പെടണ്ട. ദൈവം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. രണ്ടാമത് 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വിശ്വാസിയുടെ 2-ന്റെ അതിന്റെ താഴോട്ട് വായിക്കുക. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്തു മഹത്വമാണുള്ളത്? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. രണ്ടാമത് വിശ്വാസിയുടെ കഷ്ടം നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക. ആദ്യത്തേത് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം കഷ്ടം സഹിക്കുക. 2, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക. അത് ദൈവസന്നിധിയിൽ പ്രസാദകരമാണ്. ഇനി 3-ാം അധ്യായം 14-ാം വാക്യം, 3:14. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. മതി. അടുത്തത് നീതി നിമിത്തം കഷ്ടം സഹിക്കുക. വിശ്വാസികൾക്കുണ്ടാകുന്ന കഷ്ടത നീതി നിമിത്തം. 4-ാമത്തേത് 4:14. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മതി. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വരിക. ഇനി 4:16 വാക്യം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക. 4:19 വാക്യം. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവെങ്കിൽ ഭരമേൽപ്പിക്കട്ടെ. ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുക. അതിനെക്കുറിച്ച് ഒരു വാക്കൊന്ന് വിശദീകരണം പറഞ്ഞുകൊള്ളട്ടെ.
ഈ പറഞ്ഞ കഷ്ടങ്ങൾ, ഒന്നാമത്തേത് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം, 2 നന്മ ചെയ്തിട്ട്, 3 നീതി നിമിത്തം, 4 ക്രിസ്തുവിന്റെ നാമഹേതുവായി, 5 ക്രിസ്ത്യാനിയായിട്ട്, 6 ദൈവേഷ്ടപ്രകാരം. ഇവിടെ ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ. അപ്പോ നാം സഹിക്കുന്ന കഷ്ടം എപ്പോഴും ദൈവേഷ്ടപ്രകാരമായിരിക്കണം. 3:17 നമ്മൾ ആദ്യം അത് വായിച്ചു. ദൈവഹിതമെങ്കിൽ നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന്, ദൈവഹിതമെങ്കിൽ നന്മ ചെയ്തിട്ട് സഹിക്കണം. അതാണ് ദൈവേഷ്ടപ്രകാരമുള്ള കഷ്ടം. നീതി നിമിത്തം, ക്രിസ്തു നിമിത്തം, ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അനുഭവിക്കുന്ന കഷ്ടം, ദൈവേഷ്ടപ്രകാരമുള്ള കഷ്ടം. അത് സഹിക്കുന്നവര് എന്ത് ചെയ്യണം? തങ്ങളുടെ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കണം. ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്ന, ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റിദ്ധരിക്കപ്പെടുന്ന, നിന്ന സഹിക്കുന്ന ചിലര് ഇവിടെയോ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ ഈ പ്രസംഗം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം ദൈവേഷ്ടപ്രകാരം ചില കഷ്ടതകൾ കൂടെ നിങ്ങൾ കടന്നു പോവുക. ഒരാവശ്യമുള്ള കാര്യമല്ല, ഒരു തെറ്റും ചെയ്തിട്ടല്ല, നേരിന് വേണ്ടി നിന്നതുകൊണ്ട്, ദൈവത്തിന് വേണ്ടി നിന്നുകൊണ്ട് എന്നെ തെറ്റിദ്ധരിച്ച് എന്നെ പുറന്തള്ളി ഞാൻ കഷ്ടം അനുഭവിക്കുക. അങ്ങനെയുള്ള ആരെങ്കിലും ഈ വാക്ക് ലോകത്ത് എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയുള്ള നല്ലൊരു നിർദ്ദേശം ഈ വാക്യത്തിലുണ്ട്. അതൊന്ന് പറയാനാണ് ഞാനിത് വിശദീകരിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ കഷ്ടം സഹിക്കുന്നവർ എന്ത് ചെയ്യണം? തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കണം. അവിടെ ഭരമേൽപ്പിക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒരു ബാങ്കിങ് ടേമാണ്. ഡിപ്പോസിറ്റ് എന്ന് നമ്മൾ പറയുന്ന, അതായത് നിക്ഷേപിക്കുക എന്ന് നമ്മൾ പറയുന്ന, പിന്നീട് പലിശയോടുകൂടെ തിരിച്ചു വാങ്ങിക്കത്തക്കവണ്ണം സുരക്ഷിതമായിരിക്കാൻ ഡിപ്പോസിറ്റ് ചെയ്യുക. ഡിപ്പോസിറ്റ് ഫോർ സേഫ് കീപ്പിംഗ് എന്നാണ് ഭരമേൽപ്പിക്കുക, കമ്മിറ്റ് എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് ഡിപ്പോസിറ്റ് യുവർ സോൾ ഓർ യുവർ മാറ്റേഴ്സ് ടു ഗോഡ് ഫോർ സേഫ് കീപ്പിംഗ്. സുരക്ഷിതമായി ദൈവം അതിനെ പരിപാലിക്കാൻ, കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളുടെ കാര്യം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, കർത്താവ് ചെയ്ത പോലെ ന്യായമായി വിധിക്കുന്നവങ്കൽ ഭരമേൽപ്പിക്കണം. ഇവിടെ പറയുന്നത് വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കണം. എന്തുകൊണ്ടായിരിക്കാം വിശ്വസ്തനായ സൃഷ്ടാവ് എന്ന് അവിടെ പറയുന്നത്? ഞാൻ വിചാരിക്കുന്നു, തക്ക സമയത്ത് സത്യം വെളിച്ചത്ത് കൊണ്ടുവന്ന് നിന്നെ നീതീകരിക്കുവാൻ, നിന്റെ ന്യായം വെളിച്ചത്ത് കൊണ്ടുവരുവാൻ, നിന്നെ വിൻഡിക്കേറ്റ് ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. സഭയിലുള്ളവരും വീട്ടുകാരും എല്ലാം നിന്നെ തെറ്റിദ്ധരിച്ചു. എന്നാൽ നീ നിന്റെ കാര്യം വിശ്വസ്തനായ ഈ സൃഷ്ടാവിന്റെ പക്കൽ ഭരമേൽപ്പിച്ചാൽ അവൻ വിശ്വസ്തനാണ്. തക്ക സമയത്ത് നിന്റെ നീതി വെളിപ്പെടുത്തുവാൻ, നീ ശരിയായിരുന്നു എന്ന് തെളിയിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. അവന്റെ കയ്യിൽ നീ ആ കാര്യം ഏൽപ്പിക്കണം. ഇനി ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എത്ര ശ്രദ്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. അവിടെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നന്മ ചെയ്തുകൊണ്ട്. എന്താ അതിന്റെ പ്രസക്തി? ഇപ്പൊ ഈ കഷ്ടം സഹിക്കുന്നത് എന്തിനാ? നന്മ ചെയ്തതിനാണ് കഷ്ടം സഹിക്കുന്നത്, അല്ലെ? നന്മ ചെയ്തിട്ടാണ് കഷ്ടം സഹിക്കുന്നത്. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു പ്രതികരണം, ഇനി നന്മ ചെയ്യാനൊന്നും ഞാനില്ല. ഇപ്പൊ നമ്മൾ സഭയിൽ ഏതെങ്കിലും ബാക്കിയുള്ളവരെ സഹായിക്കാൻ ഒരു കാര്യം ചെയ്തെന്ന് വിചാരിക്കുക, അത് ആളുകളെല്ലാം തെറ്റിദ്ധരിച്ച് എന്നെ കുറിച്ച് ചീത്ത പറയുക. അപ്പൊ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണം എന്താ? മതി, ഞാനതൊക്കെ നിർത്തി, ഇനി യോഗത്തിന് വരും, വീട്ടിൽ പോകും, ഒരു നന്മ ആർക്കും ചെയ്യാനും പോകുന്നില്ല, ഒരുത്തന്റെ ഗുണത്തിനും ഞാൻ പോകുന്നില്ല. അങ്ങനെ ഗുണം ചെയ്യാൻ പോകുമ്പോഴല്ലേ ചീത്ത കേൾക്കുന്നത്. അതുകൊണ്ട് ഇനി ആ പരിപാടി, എക്സ്ട്രാ കരിക്കുലർ പരിപാടി എല്ലാം നിർത്തി യോഗത്തിന് വരും, വീട്ടിൽ പോകും, വേറെ ഒരു കാര്യത്തിനും ഇനി ഞാനില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ തോന്നിയിട്ടുണ്ട്, അല്ലെ? ഈ നന്മ ചെയ്യാൻ പോയിട്ടല്ലേ ചീത്ത കേൾക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ വേണ്ട, നന്മ ചെയ്യലൊന്നും വേണ്ട, യോഗത്തിന് പോവാ, വീട്ടിൽ പോവുക, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. അങ്ങനെ പറയരുതെന്നാണ് ഈ വാക്യം പറയുന്നത്. നീ കഷ്ടം അനുഭവിക്കുന്നത് നന്മ ചെയ്തിട്ടാണ്. അപ്പോ നീ നിരാശപ്പെട്ട് ഇനി നന്മയൊന്നും ഞാൻ ചെയ്യുന്നില്ലെന്ന് പറയരുത്. യു ഷുഡ് കണ്ടിന്യൂ ടു ഡു ദാറ്റ് ഗുഡ്. ആ നന്മ നീ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കണം. നിന്നെ ചീത്ത പറഞ്ഞു എന്ന് വിചാരിച്ച് നീ നന്മയെന്ന് നിർത്തിക്കളയല്ലേ. നിന്റെ നന്മയെ ആളുകൾ തെറ്റിദ്ധരിച്ചു എന്ന് വിചാരിച്ച് നിന്റെ നന്മ നിർത്തിക്കളയരുത്. നീ തുടർന്നും നന്മ ചെയ്തുകൊണ്ട് വേണം നിന്റെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കുവാൻ. അതാണ് ദൈവഹിതപ്രകാരമുള്ള കഷ്ടം. അപ്പോൾ പത്രോസ്
6 നിലയിലുള്ള കഷ്ടങ്ങളെ കുറിച്ച് പറയുകയാണ്. വിശ്വാസികളുടെ കഷ്ടങ്ങൾ. എൻ്റെ സഹോദരന്മാരെ, ഈ കാറ്റഗറിയിൽ പെട്ടതായിരിക്കണം നമ്മുടെ കഷ്ടം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പരകാര്യത്തിൽ ഇടപെട്ടും ദുഷ്ടത പ്രവർത്തിച്ചും അന്യായമായ കാര്യങ്ങൾ ചെയ്തും തിന്മ ചെയ്തിട്ടും കഷ്ടം സഹിക്കുവാൻ നമുക്കാർക്കും ഇടയാകരുത്. അതല്ല ദൈവഹിത പ്രകാരമുള്ള കഷ്ടം. ശരിയായ കാര്യത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുന്നത് മുഖാന്തരം നമുക്കുണ്ടാകുന്ന കഷ്ടതകൾ, ആ കഷ്ടതകളിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുണ്ട്. ആ കഷ്ടതകളിൽ ദൈവത്തിന്റെ പ്രത്യേക സഹായം നമുക്ക് ലഭിക്കും. ആ കഷ്ടതകൾ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയായിട്ട് നമുക്ക് ഭവിക്കാവുന്നതാണ്. നന്മ ചെയ്തിട്ട് നാം കഷ്ടം സഹിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയായി അത് തീരാവുന്നതാണ്. ആകട്ടെ, വിശ്വാസത്തിന്റെ പരിശോധന, ശരിയായ നിലയിലുള്ള കഷ്ടങ്ങൾ, അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ നമുക്ക് വേഗത്തിൽ നോക്കാം. ഒന്നാമത്തെ പ്രയോജനം 1 പത്രോസ് 1:7 നമുക്ക് വായിക്കാം. 1 പത്രോസ് 1:7 വാക്യം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, മലയാളത്തിൽ വിശ്വാസത്തിന്റെ പരിശോധന എന്നാണ്. ഇംഗ്ലീഷ് വേദപുസ്തകത്തില് KJV-യില് ദ ജെനുവിൻനെസ് ഓഫ് യുവർ ഫെയ്ത്ത് എന്നാണ്. വിശ്വാസത്തിന്റെ നിജസ്ഥിതി, യഥാർത്ഥ സ്ഥിതി. അപ്പോൾ പരിശോധനകൾ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യം, ഒരു നല്ല കാര്യം, ട്രയൽസ് പ്രൂവ് ദ ജെനുവിൻനെസ് ഓർ ദ റിയാലിറ്റി ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന്റെ തനി നിറം അല്ലെങ്കിൽ നിജസ്ഥിതി, യാഥാർത്ഥ്യം വെളിപ്പെടുത്തുവാൻ പരിശോധനകൾക്ക് സാധിക്കും. നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോഴാണ് അത് ശരിയായതാണോ അല്ലയോ എന്ന് തെളിയുന്നത്. മഴ പെയ്യുമ്പോഴേ പുതുതായിട്ട് കെട്ടിയ ഒരു വീട് ചോരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. മഴയില്ലെങ്കിൽ ചോരുമോ എന്ന് അറിയാൻ പറ്റിയല്ല. പുതുതായിട്ട് പണിത ഒരു വഞ്ചി, വലിയൊരു വള്ളം നീറ്റിലിറക്കിയാലേ, വെള്ളത്തിലിറക്കിയാലേ അത് ലീക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. വെള്ളത്തിൽ ഇറക്കിയില്ലെങ്കിൽ ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുകയില്ല. നമ്മുടെ ജീവിതവും വിശ്വാസവും പരിശോധിക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ഈ വിശ്വാസം ശരിയായ വിശ്വാസമാണോ, ഗുണകരമായതാണോ, വിലയുള്ളതാണോ, വിലയേറിയതാണോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. നാം യാക്കോബിന്റെ ലേഖനത്തിലും വിശ്വാസത്തിന്റെ പരിശോധനയെ കുറിച്ച് വായിച്ചല്ലോ. വിശ്വാസത്തിന്റെ പരിശോധന നമ്മുടെ വിശ്വാസത്തിന്റെ ജെനുവിൻനെസ് തെളിയിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. നമ്മുടെ വിശ്വാസം ശരിയായതാണോ, ഇത് വാസ്തവത്തിലുള്ളതാണോ, ഇതിൽ ഉള്ളിൽ ആഴമായിട്ടുള്ളതാണോ, അത് തെളിയിക്കാനായിട്ട് ദൈവം നമുക്ക് അവസരം തരികയാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്യങ്ങൾ വായിക്കാതെ അങ്ങ് പറയുകയാണ്. ഇയ്യോബിന്റെ പരിശോധനയിൽ അവന്റെ വിശ്വാസം ശരിയാണോ അല്ലയോ തെളിയിക്കാനുള്ള പല സന്ദർഭങ്ങളുണ്ടായി. അവൻ തനിക്ക് കഷ്ടം നേരിട്ടപ്പോൾ അധരം കൊണ്ട് പാപം ചെയ്തില്ല, ദൈവത്തിനും മഹത്വം കൊടുത്തു. മാത്രമല്ല 13:15 അവൻ പറയുന്നത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എന്നാൽ ഇയ്യോബിന്റെ ഭാര്യയുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരുന്നു എന്നും നമ്മൾ കണ്ടു. എല്ലാം സുഖമായിരിക്കുമ്പോൾ, ക്ഷേമമായിരിക്കുമ്പോൾ, ദൈവം നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവത്തെ സേവിക്കണം. ദൈവം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്തുന്നെങ്കിൽ പിന്നെ ഈ ദൈവത്തെ നമുക്ക് സേവിക്കണ്ട. അവളുടെ വിശ്വാസം വ്യാജമായ ആഴമില്ലാത്ത വിശ്വാസമായിരുന്നുവെന്നും ഇയ്യോബിന്റെ വിശ്വാസം ആഴമുള്ള വിശ്വാസമായിരുന്നുവെന്നും അവിടെ തെളിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും പരിശോധനകൾ ഏതെങ്കിലും തരത്തിലുള്ളതാകട്ടെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം ശരിയായതാണോ അല്ലയോ എന്ന് തെളിയിക്കുവാൻ, അതിന്റെ മാറ്റുരച്ച് കാണുവാൻ, പ്യുവർ ഗോൾഡ് ആണോ, ഇത് ശരിയായ സ്വർണമാണോ അതോ കളിപ്പീരാണോ എന്ന് കാണാനുള്ള അവസരമാണ് തീച്ചൂളയിൽ കൂടെ കടന്നു പോകുന്ന അവസരം. നാമും പരിശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്റെ വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം ശരിയായതാണെന്ന് തെളിയിക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്നതാണ് എന്ന് ഓർത്ത് ആ വിശ്വാസത്തിൽ നാം നിലനിൽക്കേണ്ടതാണ്. അപ്പോൾ വിശ്വാസത്തിന്റെ പരിശോധന നമ്മുടെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ള നന്മ അതിലുണ്ട്. രണ്ടാമതായിട്ട് വിശ്വാസത്തിന്റെ പരിശോധന ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തതയും സ്നേഹവും ഭയവും ഭക്തിയും ഒക്കെ വെളിപ്പെടുത്താനുള്ള അവസരങ്ങളാണ്. Trials give us the opportunity to prove our
ഡിവോഷൻ, ഫെയ്ത്ത്ഫുൾനെസ്, ഫിയർ ഓഫ് ഗോഡ് ആൻഡ് ലവ് ഫോർ ഗോഡ്. ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, ദൈവത്തോടുള്ള നമ്മുടെ ഭക്തി. ഭക്തി എന്നാണ് ദൈവഭയത്തിന് പറയുന്നത്, ഭക്തി എന്നാണ്. അത് വെളിപ്പെടുത്താനുള്ള അവസരമാണ്. വാക്യങ്ങൾ വായിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് രണ്ട് കാര്യം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. യോസേഫിന്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയ പരീക്ഷ, അത് പരീക്ഷയുമായിരുന്നു, പരിശോധനയുമായിരുന്നു. ഞാൻ ആദ്യ ദിവസം പറഞ്ഞല്ലോ, ഈ വാക്ക് രണ്ട് നിലയിൽ ഉപയോഗിക്കാം സന്ദർഭം അനുസരിച്ച്. പാപം ചെയ്യാനുള്ള പ്രേരണയ്ക്കും ഈ വാക്ക് തന്നെയാണ്. വിശ്വാസം ശരിയാണോ എന്ന് അറിയാനുള്ള പരിശോധനയ്ക്കും ഈ വാക്ക് തന്നെയാണ്. യോസേഫിനുണ്ടായ പോത്തിഫറിന്റെ ഭാര്യയോടുള്ള ബന്ധത്തിലുണ്ടായ ആ സംഭവം അത് പരീക്ഷയുമാണ്, പരിശോധനയുമാണ്. പാപം ചെയ്യാനുള്ള പ്രേരണയുമാണ്, അവന്റെ ദൈവഭക്തി തെളിയിക്കാനുള്ള അവസരവുമാണ്. അവിടെ എന്താ സംഭവിച്ചത് നമുക്കറിയാം. ദൈവത്തോടുള്ള അവന്റെ ഭക്തി, ദൈവത്തോടുള്ള അവന്റെ വിശ്വസ്തത, അതവൻ അവിടെ തെളിയിച്ചു. അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, മകനെ യാഗം കഴിക്കുവാൻ പറഞ്ഞപ്പോൾ അവനത് അനുസരിച്ചു. മോറിയാമലയിൽ മകനെ യാഗം കഴിക്കാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ അത് വേണ്ടാൻ ദൈവം പറഞ്ഞു എന്ന് മാത്രമല്ല, ദൈവം അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നത്? അവന്റെ പ്രവൃത്തിയിൽ കൂടെ, ആ വലിയ പരിശോധനയിൽ അവൻ എടുത്ത നിലപാടിലൂടെ അവൻ ഒരു കാര്യം വ്യക്തമാക്കി. എന്ത് വ്യക്തമാക്കി? അവൻ ദൈവത്തെ ഭയപ്പെടുന്നു. എന്താ ദൈവം അങ്ങനെ പറയാൻ കാര്യം? നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന്. ഈ മകനെ യാഗം കഴിക്കാൻ പറഞ്ഞ കാര്യം വേറെ ആരും കേട്ടില്ല. സാരാ കേട്ടില്ലെന്ന് വേണമല്ലോ വിചാരിക്കാൻ. കേട്ടെങ്കിൽ ഒരുപക്ഷെ അനുവദിക്കയില്ലായിരുന്നു. വേലക്കാരും കേട്ടില്ല, ഇസാക്കും കേട്ടില്ല. ലോകത്തിൽ ഒറ്റയാളെ ഇത് കേട്ടിട്ടുള്ളൂ, ദൈവം പറഞ്ഞ കാര്യം. അതാരാ? അബ്രഹാമാ. അവനത് അനുസരിച്ചില്ലായിരുന്നെങ്കിലും ആരും അറിയാൻ പോകുന്നില്ല. അനുസരണക്കേടാ കാണിക്കുന്നത്, ഇവന് ദൈവഭയമില്ല എന്ന് ഒരു മനുഷ്യനും പറയുകയില്ല. കാരണം എന്താ? ആർക്കും അറിയാൻ പാടില്ല ദൈവം എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതാർക്കും അറിയാൻ പാടില്ലായിരുന്നെങ്കിലും അവന്റെ അനുസരണക്കേട് ആരും കണ്ടുപിടിക്കുവാൻ സാധ്യതയില്ലാതിരുന്നിട്ടും നാം വായിക്കുന്നത്, അവൻ അധികാലത്ത് എഴുന്നേറ്റ് പോയി, എല്ലാം അടുക്കി അവിടെ വെച്ചു, മകനെ യാഗം കഴിക്കാൻ ഒരുങ്ങുകയാണ്. ആ പ്രവൃത്തിക്ക് ഒരു വിശദീകരണമേ ഉള്ളൂ. അവൻ എന്തിനാ ഇപ്പൊ അവിടെ മകനെ യാഗം കഴിക്കാൻ കത്തി ഓങ്ങുന്ന? എന്തിനാ? നാട്ടുകാരെ പേടിച്ചിട്ടാണോ? സാറ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ചിട്ടാണോ? മറ്റുള്ളവർ അവനെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് പേടിച്ചിട്ടാണോ? അല്ല, അവൻ ആ കൃത്യം ചെയ്യുവാൻ ഒരുങ്ങിയതിന് ദൈവം പറയുകയാണ്, ഇതിനൊറ്റ വിശദീകരണമേ ഉള്ളൂ, യു ഫിയർ മീ, നീ എന്നെ ഭയപ്പെടുന്നു. കണ്ടോ, വിശ്വാസത്തിന്റെ പരിശോധന ദൈവത്തോടുള്ള ഭയം വെളിവാക്കുവാനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണ്. യോസേഫിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. പാപത്തേക്കാൾ, പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമായി യോസേഫ് അതിനെ ഉപയോഗിച്ചു. എന്റെ സൗരസവന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യുവാനുള്ള പരീക്ഷയാകട്ടെ അല്ലെങ്കിൽ പരിശോധനയാകട്ടെ, അതൊക്കെ വരുമ്പോൾ നാം ഏത് തിരഞ്ഞെടുക്കുമെന്നുള്ളത് ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത വെളിപ്പെടുത്താനുള്ള ഒരു അവസരമാണ്. അതിനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുകയാണ് പരിശോധന വഴി. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മറ്റെന്തിനേക്കാളും ഉപരിയായി ദൈവത്തെ ഓരോ ചുവടിലും നാം തെരഞ്ഞെടുക്കുമെങ്കിൽ ദൈവത്തോടുള്ള വിശ്വസ്തത നമുക്ക് തെളിയിക്കാൻ കഴിയും. മാത്രമല്ല, ആത്മീയ ജീവിതത്തിൽ പ്രമോഷനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരിക്കും അത്. ആത്മീയ ജീവിതത്തിൽ ഉയർന്നുയർന്നു പോകുവാനുള്ള ഒരു ചവിട്ടുപടിയായിരിക്കും അത്. അപ്പൊ വിശ്വാസത്തിന്റെ പരിശോധന കൊണ്ടുള്ള ഒരു വലിയ ഗുണം, ദൈവത്തോടുള്ള നമ്മുടെ ഭയവും ഭക്തിയും സ്നേഹവും വെളിപ്പെടുത്തുവാൻ നമുക്ക് അവസരം കിട്ടും. മാത്രമല്ല, ആത്മീകമായിട്ട് പ്രമോഷൻ ലഭിക്കാനുള്ള ചവിട്ടുപടിയാണ് ഈ പരിശോധന. അവിടെ നാം വിശ്വസ്തയോടെ നിന്നാൽ നമുക്ക് ഉയരത്തിലേക്ക് ആത്മീകമായി പോകാൻ സാധിക്കും. ഞാൻ ഒരു കാര്യം ഒന്നുകൂടി എടുത്തു പറയട്ടെ. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ദൈവത്തെ തെരഞ്ഞെടുക്കണമോ, പാപത്തിന്റെ സുഖം തെരഞ്ഞെടുക്കണമോ, ദൈവത്തെ തെരഞ്ഞെടുക്കണമോ, മറ്റേതെങ്കിലും തെരഞ്ഞെടുക്കണമോ എന്നുള്ള തെരഞ്ഞെടുപ്പുകൾ അനുദിന ജീവിതത്തിൽ അനേക വട്ടം നമുക്ക് വരും. നമ്മുടെ ജീവിതത്തിലെ അനേക സന്ദർഭങ്ങളിൽ അങ്ങനെ തെരഞ്ഞെടുപ്പുകളുണ്ട്. ആ തെരഞ്ഞെടുപ്പൊക്കെ എടുക്കേണ്ട സന്ദർഭങ്ങളിലെല്ലാം മറ്റെന്തിലും ഉപരിയായി ദൈവത്തെ ഞാൻ തെരഞ്ഞെടുക്കുമെങ്കിൽ ഞാൻ കൂടുതൽ ആത്മീകനായി തീരും. If I choose God above everything else,
in every choice in my life I will become more spiritual. നാം എന്തുകൊണ്ടാ പലപ്പോഴും കൂടുതൽ ആത്മീയരായി തീരാത്തതെന്നറിയാമോ? ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ ദൈവത്തെ തെരഞ്ഞെടുക്കുന്നതിന് പകരം പാപത്തിന്റെ സുഖവും അല്ലെങ്കിൽ മറ്റ് ലാഭങ്ങളും നാം തെരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് ആത്മീയമായിട്ട് ഉയരാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇവിടെ നോക്കുക, അബ്രഹാമും രണ്ടുപേരുടെ ഉദാഹരണേ പറഞ്ഞുള്ളൂ, യോസെഫും ഒക്കെ അവർക്കുണ്ടായ വലിയ പരിശോധനയിൽ ദൈവത്തോടുള്ളവരുടെ സ്നേഹം അവര് തെളിയിച്ചു. പാപത്തേക്കാൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് യോസേഫ് തെളിയിച്ചു. അവന് ദൈവം പ്രൊമോഷൻ കൊടുത്തു എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതായിട്ടില്ലല്ലോ. ദാനിയേലിന്റെ ജീവിതത്തിലും നല്ല ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു, ഭക്ഷണത്തിന്റെ സ്വാദിനേക്കാൾ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു, ഭക്ഷണത്തിന്റെ സ്വാദിനേക്കാൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നത് എനിക്ക് പ്രധാനമാണ്. അവൻ അങ്ങനെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് അവനും ഉയർത്തപ്പെട്ട കാര്യം നമുക്കറിയാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമതായിട്ട്, ട്രയൽസ് ഷോ അസ് ദ ഫ്രെയിലിറ്റി ഓഫ് അവർ നേച്ചർ. നമ്മുടെ പ്രകൃതിയുടെ ബലഹീനത ഇങ്ങനെയുള്ള പരിശോധനകൾ നമുക്ക് മനസ്സിലാക്കി തരും. നാം പരിശോധനകൾ കൂടെ കടന്നു പോകുമ്പോഴാണ് നാം എത്രയോ ബലഹീനരാണ്, നമ്മിൽ തന്നെ യാതൊരു ശക്തിയും ഇല്ലാത്തവരാണ് എന്ന് നമുക്ക് മനസ്സിലാകാൻ അവസരം ലഭിക്കുന്നത്. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാം. റോമർ 7-ന്റെ 18-ാമത്തെ വാക്യം. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഇവിടെ പൗലോസ് പറയാണ്, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല. ഫിലിപ്പി ലേഖനം 3-3 പൗലോസ് പറയുന്നുണ്ട്, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന നാം ബലഹീനരാണ്, നമ്മെ കൊണ്ട് സ്വന്തം ശക്തിയിൽ ഒന്നും സാധിക്കയില്ല എന്ന് മനസ്സിലാക്കാൻ പരിശോധന വളരെ നല്ലതാണ്. ഉദാഹരണം പറഞ്ഞാൽ പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യം നോക്കുക. പത്രോസ് എല്ലാരും തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയുകയല്ലെന്ന് പറഞ്ഞു, എല്ലാരും കൈവിട്ടാലും ഞാൻ കൈവിടുകയല്ലെന്നൊക്കെ കർത്താവിനോട് പറഞ്ഞു. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഒരു പരിശോധന വന്നപ്പോഴാണ് സ്വന്തത്തിൽ ചാരി നിൽക്കാൻ അവന് കഴിയുകയില്ലെന്ന് അവന് മനസ്സിലായത്. പിന്നീട് അവൻ പോയി അതിദുഃഖത്തോടെ കരഞ്ഞ്, അയ്യോ ഞാൻ എത്ര ബലഹീനൻ, എനിക്ക് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ലല്ലോ, ഞാൻ എത്രയോ ബലഹീനനാണെന്ന് അവന് ബോധ്യപ്പെടാൻ നല്ലൊരവസരമായിരുന്നു ആ പരിശോധന. നമ്മുടെ ജീവിതത്തിലും പരിശോധനകൾ വരുമ്പോ നമ്മുടെ ബലഹീനത, നമ്മുടെ കഴിവുകേട്, സ്വന്തമായിട്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിവില്ല എന്നുള്ള വസ്തുത, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാൻ ഒരു നിവൃത്തിയുമില്ല, എന്നിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് ദൈവം നമുക്കൊരു അവസരം തരികയാണ്. വേദപുസ്തകത്തിൽ മറ്റനേകരുടെ ജീവിതത്തിൽ വലിയവരായ മല്ലന്മാരായ ആളുകളും നാം വിചാരിക്കുന്നവരുടെ ജീവിതത്തിൽ തന്നെ അവരെത്രയോ ബലഹീനരാണ്, എത്രയോ കുറവുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ പരിശോധനകൾ സഹായിച്ചിട്ടുണ്ട്. 51-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ പാപത്തിന്റെ പരീക്ഷയിൽ അകപ്പെട്ട ദാവീദ് താൻ എത്രയോ കുറവുള്ളവനാണ്, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, എന്നിൽ യാതൊരു നന്മയുമില്ല എന്നുറക്കെ നിലവിളിക്കുന്നത് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, പരിശോധനകളുടെ മധ്യത്തിൽ നമ്മുടെ കഴിവുകേടുകളെ, നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് ഒരു അവസരം തരികയാ. മാത്രമല്ല, പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ആവശ്യവും ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യവും ദൈവശക്തിയുടെ ആവശ്യവും നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുകയാ. ട്രയൽസ് മേക്ക് us conscious of our need for God and His power and the need to depend on Him. പരിശോധനകൾ നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ കഴിവുകേടുകളെ മനസ്സിലാക്കി തരുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ അടുത്തതായിട്ട് ദൈവത്തിന്റെ ആവശ്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയുടെ ആവശ്യം, ദൈവകൃപയുടെ ആവശ്യം, ദൈവത്തിൽ ശരണപ്പെടേണ്ടതിന്റെ ആവശ്യം എത്രയോ വലുതാണെന്ന് പരിശോധനയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. നമുക്കറിയാം, ജീവിതത്തിൽ രോഗവും ഏകാന്തതയും കഷ്ടവും ബുദ്ധിമുട്ടും ഒക്കെ വരുമ്പോഴാണ് ദൈവത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് നമുക്ക് വളരെ ബോധമുണ്ടാകുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം ദൈവത്തിങ്കിലേക്ക് ഓടും. Those things drive us to God. ദൈവത്തിങ്കിലേക്ക് ഓടിച്ചെല്ലാനായിട്ട് നമുക്ക് അവസരമുണ്ടാവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ശുഭമായിരിക്കുന്നിടത്തോളം കാലം
പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും വൈഷമ്യമൊന്നുമില്ല. അങ്ങനെയുള്ള കാലത്ത് നമ്മുടെ പ്രാർത്ഥനയും ദൈവാശ്രയവും ഒക്കെ വളരെ ഷാലോ ആയി പോകാൻ, ആഴം കുറഞ്ഞതായി പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് നിരാശ വരുമ്പോൾ, മറ്റുള്ളവർ നമ്മെ കൈവിടുമ്പോൾ, നമുക്ക് രോഗം വരുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയാൻ അല്ലാത്ത സമയത്ത് ചിലപ്പോൾ അങ്ങനെ തോന്നുകയില്ല. എന്നാൽ വലിയ രോഗമാണ്, വിഷമമാണെന്നറിയുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണേ. ദൈവത്തിന്റെ സഹായത്തിന്റെ ആവശ്യം അത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. അതുകൊണ്ട് ദീസ് ട്രയൽസ് ഡ്രൈവ് us to God. ഈ പരിശോധനകൾ, കഷ്ടതകൾ ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കും. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. വളരെ നല്ല ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഈ പിള്ളേര് പള്ളിയിൽ പോവുകയും യോഗത്തിന് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ഈ 2 ബാലന്മാരും യോഗത്തിന് പോകുന്നതൊക്കെ നിർത്തി. അവര് അപ്പനില്ലാത്തതുകൊണ്ട് പിന്നെ ആത്മീയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയായി. അവരുടെ പാസ്റ്റർ പലവട്ടം ചെന്ന് ഇവരെ ഉപദേശിച്ചെങ്കിലും ഇവര് പള്ളി വരാൻ കൂട്ടാക്കിയില്ല. ഒരു ദിവസം ഈ മൂത്ത സഹോദരനെ ഒരു പാമ്പ് കടിച്ചു. അപ്പൊ മനസ്സിലായി ദൈവം സഹായിക്കാതെ രക്ഷയില്ലെന്ന്. അപ്പോൾ ഇളയ പയ്യൻ പാസ്റ്ററുടെ അടുത്തോട്ട് ഓടിച്ചതിന് പറഞ്ഞു, അയ്യോ പാസ്റ്ററെ, വേഗം വരണേ, ചേട്ടനെ പാമ്പ് കടിച്ചു, വളരെ വിഷമമുള്ള നിലയാണ്, ഒന്ന് വന്ന് പ്രാർത്ഥിക്കണേ. പാസ്റ്റർ ഏതായാലും ബുദ്ധിമാനായിരുന്നു, വളരെ വേഗം ഓടിച്ചെന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചു. പാസ്റ്റർ പ്രാർത്ഥിച്ചത്, കർത്താവേ, ഇത്രയും നാളിന് ശേഷം ഇവനെ കടിക്കാനായിട്ട് ഒരു പാമ്പിനെ അയച്ചതിനായി സ്തോത്രം. മറ്റവനെ കടിക്കാൻ വേറൊരെണ്ണത്തെ കൂടി ഒന്ന് അയച്ചേക്കണേ. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? പാമ്പ് വന്നാല് പാസ്റ്ററെ വിളിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കുകയുള്ളൂ. ഇത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. അപ്പോൾ പരിശോധന ദൈവത്തിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയും ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കഷ്ടങ്ങളുടെയും വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനുള്ള ഒരു മുഖാന്തരമാണിത് എന്ന് നാം മനസ്സിലാക്കണം. ഒരു വിശേഷപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്താണെന്നറിയാമോ? ഈ ലോക ജീവിതത്തിൽ നമ്മുടെ സാധാരണഗതിയിൽ വളർച്ചയുടെ ലക്ഷണം ആശ്രയം കുറയുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോ പല്ല് തേപ്പിക്കാനും ഉടുപ്പിടിക്കാനും ബട്ടണിട്ട് കൊടുക്കാനും എല്ലാം അപ്പനും അമ്മയും വേണം. അവര് മുഴുവൻ ആശ്രയിക്കും, എല്ലാ കാര്യത്തിനും ചോറ് വാരി കൊടുക്കണം. അവര് മെച്യൂർ ആകുന്നു എന്നുള്ളതിന്റെ തെളിവെന്താ? അവര് പ്രായപൂർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, പക്വത വരുന്നു എന്നുള്ളതിന്റെ തെളിവ് ക്രമേണ അതെല്ലാം അവർ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങും. അവരുടെ ഡിപ്പെൻഡൻസ് കുറയും, ആശ്രയം കുറയും. ഇപ്പൊ അപ്പനും അമ്മയൊന്നും വേണ്ട ശാപ്പാട് കഴിക്കാൻ, അവർ തന്നെയെല്ലാം ചെയ്തോളും. എന്നാൽ ആത്മീയ ലോകത്തിൽ അതാണ് വിശേഷപ്പെട്ട കാര്യമെന്ന് ഞാൻ പറഞ്ഞത്. ആത്മീയ ലോകത്തിൽ ഇത് നേരെ തിരിച്ച. ഞാൻ ആത്മീയമായി കൂടുതൽ വളരുന്നു എന്നുള്ളതിന്റെ തെളിവെന്താണെന്നറിയാമോ? ഞാൻ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നു എന്നുള്ളതാ. ഞാൻ സ്പിരിച്വലി മെച്യൂർ ആകുന്നു എന്നുള്ളതിന്റെ തെളിവ് ഏറ്റവും ചെറിയ കാര്യത്തിലും ദൈവത്തെങ്കിലേക്ക് നോക്കുകയും ദൈവത്തെ ശരണപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സാധാരണ ജീവിതത്തിൽ when we become mature, we become more independent. But in our spiritual life, when we become mature, we become more dependent. നാം ദൈവത്തിൽ എല്ലാത്തിലും, ഏറ്റവും ചെറിയ കാര്യത്തിന് പോലും കർത്താവേ, ഞാൻ പോരാത്തവനാണ്, എന്നെ നീ സഹായിക്കണമെന്ന് പറഞ്ഞ് ഏറ്റവും ചെറിയ കാര്യത്തിനും ദൈവത്തിൽ നാം ആശ്രയിക്കുന്നത് നാം ആത്മീയമായിട്ട് വളരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. പണ്ടൊക്കെ ഒരു പ്രസംഗം പറയണമെങ്കിൽ വളരെ പ്രാർത്ഥിക്കുകയും വളരെ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യണമായിരുന്നു. ഇപ്പൊ ഒത്തിരി നാളായിട്ട് പ്രസംഗമൊക്കെ പറഞ്ഞ് തഴക്കമായി, പ്രസംഗവും പോയിന്റും ഒക്കെ കാണാതായി. ഇപ്പൊ പ്രത്യേകിച്ച് അധികം പ്രാർത്ഥിച്ചൊന്നും ഇല്ലാലും സാരമില്ല, പ്രസംഗമൊക്കെ പറയാനൊക്കും എന്ന് ആർക്കാലും തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ ആത്മീയ ജീവിതം താഴോട്ട് പോവുകയാണെന്ന് നീ മനസ്സിലായിക്കൊള്ളണം. എത്ര പ്രസംഗം അറിയാമെങ്കിലും, എത്ര വർഷം ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിലും, കർത്താവേ, നാളെ രാവിലെ ശുശ്രൂഷിക്കണമെങ്കിൽ നിന്റെ സഹായമില്ലാതെ എനിക്ക് പറ്റുകയില്ല, എന്നെ നീ ബലപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആത്മീയമായിട്ട് നീ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അതിന്റെ അർത്ഥം. ഇനി അത്ര പ്രാർത്ഥിച്ചാലും സാരയില്ല, എനിക്ക് മാനേജ് ചെയ്യാമെന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ഏറ്റവും വലിയ ദോഷം ചെയ്യുമെന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ കഷ്ടത കൊണ്ടുള്ള, പരിശോധനകളുള്ള ഒരു ഗുണം, ദൈവത്തിന്റെ സഹായം, ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് അത് വർദ്ധിപ്പിക്കുന്നു. അടുത്തതായിട്ട് പരിശോധനകൾ കൊണ്ടുള്ള വേറൊരു ഗുണം, ട്രയൽസ് ഹെൽപ്പ് us to sympathize with others in difficulties. കഷ്ടതയിലുള്ള മറ്റുള്ള ആളുകളെ സഹായിക്കുവാൻ, അവരോട് സഹതാപം കാണിക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ പരിശോധനകൾ നമ്മെ സഹായിക്കും.
നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. 2 Corinthians 1:4-5. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ ഏതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഞങ്ങൾക്കുള്ള കഷ്ടങ്ങളിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നത് കൊണ്ട് അതുപോലുള്ള കഷ്ടങ്ങളിലുള്ള മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, നോ മാൻ ക്യാൻ വീപ്പ് വിത്ത് അതേഴ്സ് ഇഫ് ഹി ഹാസ് നോട്ട് വെപ്റ്റ് ഹിംസെൽഫ്. താൻ തന്നെ കരഞ്ഞിട്ടില്ലെങ്കിൽ കരയുന്ന മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയുകയില്ല. ഞാനിത് ഓർക്കുമ്പോ ഞങ്ങളുടെ ഭവനത്തിലെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ പലപ്പോഴും വരാറുണ്ട്. എൻ്റെ ഒരു ജ്യേഷ്ഠൻ ജോർജ് കുര്യൻ, നിങ്ങൾ ചിലർക്കറിയാം, 42-ാമത്തെ വയസ്സിൽ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് യാത്രയായി. എൻ്റെ മാതാവ് അപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അമേരിക്കയിൽ വെച്ചാണ് മരിച്ചത്. ആ ഫോൺ വീട്ടിൽ വന്നു. ഈ വിവരം എങ്ങനെ അമ്മച്ചിയോട് പറയും? ഏതായാലും പറഞ്ഞു. അമ്മച്ചി ഒരു കട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. ഇവരും അറിഞ്ഞ സഹോദര വർഗങ്ങളൊക്കെ, സഭയിലുള്ളവരൊക്കെ പെട്ടെന്ന് പലരും ഇങ്ങനെ ഓടിക്കൂടി ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. അങ്ങനെ ഇരിക്കുമ്പോ VT മത്തായി അപ്പച്ചൻ വന്നു. താൻ വന്ന് ആ മുറിയിലേക്ക് കയറി. ഞാനും അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ മനസ്സിൽ വളരെ വലിയൊരു ആശ്വാസമൊക്കെ ഉണ്ടായി. എന്താ കാര്യം നിങ്ങൾക്ക് അറിയാമോ? VT മത്തായി അപ്പച്ചന്റെ ഇതുപോലെ ചെറുപ്പക്കാരനായ ഒരു മകൻ, അവന്റെയും പേര് ജോർജ് കുട്ടി എന്നായിരുന്നു, ഒരു ബൈക്ക് അപകടത്തിൽ ചില നാളുകൾക്ക് മുമ്പ് മരിച്ചിരുന്നു. അതെന്താണ്, അതിന്റെ വേദന എന്താണെന്ന് അറിയാവുന്ന ഒരു പിതാവാണ് ആശ്വസിപ്പിക്കാൻ ഇപ്പോൾ ആ മുറിയിലേക്ക് കയറിയിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ തോന്നി, താൻ വന്നത് വലിയൊരു ആശ്വാസമായി. ഞാനത് വിശദീകരിക്കണ്ടല്ലോ. പൗലോസ് പറയാണ്, ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഞങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ ഗുണം. ഇതുപോലെയുള്ള കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകും. ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ദാരിദ്ര്യത്തിന്റെ വിഷമം അറിയാവുന്നവർക്ക് ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ബോധം ഉണ്ടാകുകയുള്ളൂ. 6-ാമതായിട്ട്, ട്രയൽസ് ഹെൽപ്പ് us to be conformed to the character of Christ. പരിശോധനകൾ നമ്മുടെ സ്വഭാവത്തിലെ കീടങ്ങളെല്ലാം ഉരുക്കിക്കളഞ്ഞ് ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപമായ സ്വഭാവം നമുക്കുണ്ടാക്കുവാനിടയാക്കും. പ്രിയപ്പെട്ടവരെ, പരിശോധനകൾ കൊണ്ട് സാധിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യമിതാ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. Romans chapter 5:3. റോമർ 5:3. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രശംസിക്കാന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സന്തോഷിക്കുന്നു എന്നും തർജ്ജമ ചെയ്യാവുന്ന ഒരു വാക്കാണ്. കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നു. എങ്ങനാ കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നത്? ചില കാര്യങ്ങൾ അറിഞ്ഞ് കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നു. എന്തറിയുമ്പോഴാ കഷ്ടങ്ങളിൽ സന്തോഷിക്കാൻ ഒക്കുന്നത്? അവിടെ ശ്രദ്ധിക്കുക. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഇവിടെ കഷ്ടത എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രഷർ എന്ന് ഉപയോഗിക്കാവുന്ന വാക്കാണ്. സമ്മർദ്ദങ്ങൾ, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അത് വരുമ്പോൾ അത് സഹിഷ്ണുതയെ ഉളവാക്കും. സഹിഷ്ണുത എന്ന വാക്കിന്റെ അക്ഷരാർത്ഥം അബൈഡ് അണ്ടർ എന്നാണ്, കീഴെ വസിക്കുക. അപ്പോൾ പലതരത്തിലുള്ള പ്രഷർ ബിൽഡപ്പ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് കീഴെ അമർന്നിരിക്കുക എന്നുള്ള അനുഭവത്തെ അതുളവാക്കും. ആ സഹിഷ്ണുത എന്തുളവാക്കും? സിദ്ധത ഉളവാക്കും. സിദ്ധത എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ സ്വഭാവം എന്നാണ് അർത്ഥം. പ്രൂവൺ ക്യാരക്ടർ എന്നാണ് അർത്ഥം. ആത്മീയ ഭാഷയിൽ തെളിഞ്ഞ സ്വഭാവം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. അപ്പോൾ കഷ്ടത നമുക്ക് വരുമ്പോൾ ആ കഷ്ടത അതിന് കീഴെ അമർന്നിരിക്കുക എന്നുള്ള അനുഭവത്തെ ഉളവാക്കും. ആ അനുഭവം അങ്ങനെ കീഴെ അമർന്നിരിക്കുമ്പോൾ അത് നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തും. സങ്കീർത്തനക്കാര് പറഞ്ഞിരിക്കും, നമുക്കറിയാം, കഷ്ടതയിലായതെനിക്ക് ഗുണമായി. അവന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ ഇടയാകേണ്ടതിന് കഷ്ടതയിലായിരുന്നു എനിക്ക് ഗുണമായി. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രഷർ കുക്കറിനകത്ത് കട്ടിയുള്ള ഒരു ഇറച്ചിയുടെ കഷ്ണം വെച്ച് നാം പ്രഷർ കൊടുക്കുമ്പോൾ, ചൂട് കൊടുക്കുമ്പോൾ ആ ഇറച്ചി കഷ്ണം പ്രഷർ കുക്കറിനകത്ത് കീഴെ വസിക്കുക. പ്രഷറുണ്ട്, കീഴെ വസിക്കുന്ന അനുഭവമുണ്ട്. ഇത് രണ്ടും കൂടെ ആവുമ്പോ ആ മാംസ കഷ്ണത്തിന് എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ അത് മൃദുവായതായി, രുചിയുള്ളതായി, തിന്നുവാൻ ഒക്കുന്നതായി തീരും.
അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കും, സഹിഷ്ണുത തെളിഞ്ഞ സ്വഭാവത്തെ ഉളവാക്കും. അപ്പോൾ കഷ്ടത കൊണ്ട് സാധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മുടെ സ്വഭാവത്തിന്റെ രൂപീകരണം എന്നുള്ളതാണ്. റോമാലേഖനം 8:28-29 വാക്യങ്ങൾ വായിക്കാതെ പറയട്ടെ, എല്ലാവർക്കും അറിയാമല്ലോ. തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലവും നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. എന്താണ് ആ നന്മയെന്ന് അടുത്ത വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ പരിതസ്ഥിതികളും കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ദൈവം അനുവദിക്കുന്ന ബുദ്ധിമുട്ടുള്ള ആളുകൾ, സാഹചര്യങ്ങൾ എല്ലാം എന്തിനു വേണ്ടിയാണെന്നറിയാമോ? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായ സ്വഭാവം നമുക്ക് ലഭിക്കുന്നതിന് അവസരം തരികയാണ്. താഴ്മ പഠിക്കുവാൻ, വിനയം പഠിക്കുവാൻ, നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുമ്പോഴാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത് എന്താണെന്ന് പഠിക്കാൻ ഒക്കുന്നത്. നമ്മെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടാകുമ്പോഴാണ് അവരോട് സഹിഷ്ണുതയോടെ ഏർപ്പെടുവാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ശോധനകൾ നമുക്ക് വരുമ്പോൾ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാനുള്ള അവസരം ദൈവം തരികയാണെന്ന് വിചാരിച്ചോണം. കൂടുതൽ തകരുവാൻ, കൂടുതൽ താഴ്മയുള്ളവനാകുവാൻ, വിനയമുള്ളവനാകുവാൻ, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവനാകുവാൻ, ക്രിസ്തുവിനെ പോലെ പ്രതികരിക്കുവാൻ എന്നെ ദൈവം സഹായിക്കുകയാണ്. കഷ്ടത കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം അതാ. അടുത്തൊരു കാര്യം ഞാൻ പറയട്ടെ. സഫറിങ് വിൽ ഓൾവേസ് ലീഡ് ടു ഗ്ലോറി. കഷ്ടത എപ്പോഴും മഹത്വത്തിലേക്ക് നയിക്കുന്നതാണ്. 1 പത്രോസ് 1-ാം അധ്യായം എടുക്കുക. 1 പത്രോസ് 1-ാം അധ്യായം. അവിടെ ഈ കാര്യം കുറഞ്ഞ പക്ഷം 4-5 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അത് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം, അധികം വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അവിടെ കർത്താവിന്റെ കഷ്ടത്തെ കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ആദ്യം വായിക്കാം. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി. ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങൾ, പിൻവരുന്ന മഹിമ. പിന്നെ ഇനി 1:21, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടതിന് ദൈവം അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. മരിച്ച മരണം, പിന്നെ അടുത്ത വാക്ക് തേജസ്. 4:13, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. കഷ്ടങ്ങൾ, തേജസ്. 5-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്. കഷ്ടാനുഭവത്തിന് സാക്ഷി ഉടനെ പറയാണ്, വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളി. ഇനി അതിന്റെ 10-ാം വാക്യം കൂടെ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചു ശക്തീകരിക്കും. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾക്ക് എന്ത് കിട്ടും? നിത്യ തേജസ് കിട്ടും. അതോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കഷ്ടങ്ങൾ നമുക്ക് നിത്യമായ പ്രതിഫലങ്ങൾ നേടിത്തരുന്നതാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. ട്രയൽസ് വുഡ് ഫെച്ച് us eternal rewards. 1:12 വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അവിടെ പരീക്ഷ എന്നുള്ളത് പാപം ചെയ്യാനുള്ള പ്രലോഭനമായിട്ട് എടുത്താലും വിശ്വാസത്തിന് ശോധനയായിട്ട് എടുത്താലും രണ്ടിനും ഈ പ്രമാണം ബാധകമാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിയും. അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്? വിശ്വാസത്തിന്റെ ശോധന നമ്മുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തും. കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിച്ച് കൊള്ളാവുന്നവനെന്ന് തന്നെത്താൻ തെളിയിക്കുന്നവന് കർത്താവ് പ്രതിഫലം നൽകും. 9 കാര്യങ്ങൾ നാം പറഞ്ഞു, 8 കാര്യങ്ങൾ നാം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമുക്ക് ഈ ലോകത്തിലുണ്ടാകുന്ന കഷ്ടതകൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതൊക്കെ സഹിക്കുമ്പോൾ വലിയ വിഷമമായിട്ട് തോന്നും. അതങ്ങനെയാണ് താനും. എന്നാൽ ചില വർഷങ്ങൾ കഴിയുമ്പോൾ ആ കഷ്ടതയുടെ റെലവൻസ് അങ്ങ് പോകും. നിങ്ങൾ തന്നെ ചിന്തിച്ചേ, ഒരു 10 വർഷം മുമ്പ് നിങ്ങൾ ചിലർക്ക് ചില കഷ്ടത, വലിയ ദുഃഖമോ മരണ ദുഃഖമോ മറ്റു വിഷമോ ഉണ്ടായെന്ന് വിചാരിക്കുക. ഇപ്പൊ 10 വർഷം കഴിഞ്ഞു, ഇപ്പൊ അതൊരു ദുഃഖമല്ല, അത് വിട്ടു, അത് പോയി. അപ്പോൾ കഷ്ടതകൾ നമുക്ക് തരുന്ന വിഷമങ്ങൾ ഒരു 50 വർഷം കഴിയുമ്പോൾ യാതൊരു പ്രസക്തിയും ഇല്ലാത്തതായി തീരും.
ഇന്നുള്ള ഒരു കഷ്ടം 50 വർഷം കഴിഞ്ഞ് ചിന്തിച്ചാൽ അതിനൊരു പ്രസക്തിയുമില്ല, അതിനൊരു വേദനയുമില്ല. എന്നാൽ കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ നാം പഠിക്കുന്ന ആത്മീയ പാഠങ്ങൾ നിത്യതയിലും നമുക്ക് അസറ്റായിരിക്കും, സമ്പാദ്യമായിരിക്കും. കഷ്ടതയുടെ വേദനകൾ കുറച്ചു കാലത്തേക്കുള്ളൂ, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുക. അത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത് നമ്മൾ മറന്നു, അത് പിന്നെ ബാധകമല്ല. എന്നാൽ കഷ്ടതയിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീക അന്തസ്സത്തെയുണ്ടല്ലോ, ആത്മീക ചൈതന്യമുണ്ടല്ലോ, അത് നിത്യതയിലും നമുക്ക് ഒരസറ്റായിരിക്കും. നിത്യതയിലും നമുക്കതൊരു നിക്ഷേപമായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ സഹോദരന്മാരെ, ഈ ദിവസങ്ങളിൽ ഈ നിലയിൽ നമുക്ക് ഒരുമിച്ച് കൂടി ഈ ആത്മീയ സത്യങ്ങൾ ചിന്തിക്കുവാൻ ദൈവം ഇടയാക്കി. നിങ്ങൾ എനിക്ക് അതിനവസരം തന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. എന്നാൽ അത് മാത്രമല്ല, നാം ഈ കേട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി വരുമ്പോൾ വിശ്വസ്തയോടെ അതിനെ സഹിച്ച് ആ ശോധനയിൽ കൂടെ ജയാളികളായി കടന്നുപോയി ദൈവത്തിന്റെ പ്രതിഫലം പ്രാപിക്കുവാൻ, മാത്രമല്ല കഷ്ടതകൾ കൊണ്ടുള്ള നന്മകൾ അനുഭവിച്ച് ജീവിക്കുവാൻ വലിയവനായ ദൈവം നമുക്കെല്ലാവർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.